ഹായ്, എൻ്റെ പേര് അഭിരാം. ഞാൻ 2023 NIT കാലിക്കറ്റിൽ നിന്നും പാസ് ഔട്ടായ ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറാണ്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കോർപ്പറേറ്റ് എംപ്ലോയി ഓഫ് ബാംഗ്ലൂർ ആണ് ഞാനിപ്പോൾ. കോർപ്പറേറ്റ് ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതേ കാര്യങ്ങൾ എനിക്ക് കോളേജിൽ തന്നെ നേരത്തെ പഠിക്കാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. അതുകൊണ്ട് എൻ്റെ ആദ്യം കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻസ് എൻ്റെ ജൂനിയേഴ്സിന് ഉണ്ടാവരുത്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കുണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. തിങ്സ് ദാറ്റ് ഐ വിഷ് ഐ ന്യൂ എബൌട്ട് കോർപ്പറേറ്റ് ലൈഫ് ബിഫോർ ജോയിനിങ് കോർപ്പറേറ്റ്. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഹാബിറ്റ്സ്, നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ കോളേജ് ആക്ടിവിറ്റീസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചില ഹാബിറ്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ്. ആവശ്യമില്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ പറയാൻ പാടില്ല. ഓക്കെ, കോർപ്പറേറ്റിലും അതെ. നിങ്ങളിപ്പോൾ ഒരു മെയിൽ അയക്കുകയാണ്, നിങ്ങളുടെ ബോസിന് മെയിൽ അയക്കുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കുക. ഇപ്പോൾ ഇന്ന ഒരു സാധനം നിങ്ങൾ ചെയ്തു, നിങ്ങളൊരു സെറ്റപ്പ്, ഒരു ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് ഇതായിരിക്കണം: ഹൈ ബോസ്, ഐ ഹാവ് കംപ്ലീറ്റഡ് ദി സെറ്റപ്പ്. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പറയാം, ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്ത ചലഞ്ചും കാര്യങ്ങളും. അതുപോലെ അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്കും ടൈം വേസ്റ്റ് ആവുന്നില്ല, അവർക്ക് ആദ്യം തന്നെ എന്താണ് ഐഡിയ എന്നുള്ളത് കിട്ടുകയും ചെയ്യും ക്രിസ്പായിട്ട്. ഇതാണ് സംസാരിക്കാൻ പോകുന്നത്. അല്ലാതെ ആദ്യം തന്നെ ഓക്കെ, ലാസ്റ്റ് ഇയർ ഐ വാസ് ഫേസ്ഡ് വിത്ത് എ ചലഞ്ച് ദാറ്റ് ഹാപ്പൻ ഡ്യൂ ടു ദിസ് ആൻഡ് ദാറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട് ഈസ് ദാറ്റ് എന്ന് പറഞ്ഞു തുടങ്ങി അത് ആരും വായിക്കില്ല. ഇതേ കാര്യം നിങ്ങൾക്ക് കോളേജിലും പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെ? നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു അസൈൻമെൻറ്റ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം നിങ്ങളുടെ ടീച്ചറിനോടോ ഫ്രണ്ട്സിനോടോ ഒക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പ്രയോറിറ്റി ഉള്ള കാര്യം നിങ്ങൾ ആദ്യം എത്തിക്കണം, അതും ക്ലിയർ ആയിട്ട് എത്തിക്കണം. മിസ്കമ്മ്യൂണിക്കേഷൻസ് കോർപ്പറേറ്റിൽ ഒരുപാട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതൊന്നും അത് കേൾക്കുന്ന ആളുടെ മനസ്സിലെത്തുന്നത് വേറൊരു രീതിയിലും ആയിരിക്കും. അപ്പോൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുക, ക്രിസ്പായിട്ട് സംസാരിക്കുക, ടു ദ പോയിന്റ് സംസാരിക്കുക. ഇതൊരു നല്ല ഹാബിറ്റാണ്. ഇതിൽ തന്നെ വരുന്നതാണ് പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. ഇത് കോർപ്പറേറ്റിൽ പോയാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ മലയാളിയാണെങ്കിൽ മലയാളത്തിലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. മിക്കവാറും ടീമിലുള്ളത് ഹിന്ദിക്കാരോ തെലുങ്കന്മാരോ കന്നഡികാസോ തമിഴന്മാരോ ഒക്കെ ആയിരിക്കും. അവർക്ക് ആർക്കും മലയാളം അറിഞ്ഞൂടാ, എല്ലാവർക്കും ഹിന്ദി അറിയാം, മലയാളം അറിഞ്ഞൂടാ. അപ്പോൾ ഇംഗ്ലീഷാണ് നമ്മുടെ അവിടുത്തെ ഗുരു. ഇംഗ്ലീഷ് വൃത്തിയായിട്ട് സംസാരിക്കാൻ പഠിക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട്. ഗേറ്റ് ആസ്പിറൻസിന് വേണ്ടി ഒരു മിനിറ്റിന്റെ പ്രൊമോഷനാണ്. ഒന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. ഫസ്റ്റ് ഇയർ കുട്ടികൾക്കായിട്ട് ഗേറ്റ് വാല കുറച്ച് പുതിയ ഫൗണ്ടേഷൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. IITസിൽ ജോയിൻ ചെയ്യാനും PSUസിലേക്ക് ജോബുകൾക്കും വേണ്ടിയിട്ടുള്ള ബാച്ചസ് ആണ് ഇവ. ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്രേഷ്ഠ EAC ഗേറ്റ് 2027, പരാക്രം 2.0 ബാച്ച് B 2025, വിജയ് 2.0 റാങ്ക് ഇംപ്രൂവ്മെന്റ് ബാച്ച് B ഗേറ്റ് 2025, ശ്രേഷ്ഠ 2.0 ബാച്ച് B ഗേറ്റ് 2026, ശ്രേഷ്ഠ ബാച്ച് B ഗേറ്റ് 2026 കെമിക്കൽ, ശ്രേഷ്ഠ 2026 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് BA, പരാക്രം ബാച്ച് DAC ഗേറ്റ് ആൻഡ് PSU 2025, ശ്രേഷ്ഠ 2026 EAC ഗേറ്റ് ആൻഡ് PSU ബാച്ച് E, ശ്രേഷ്ഠ 2.0 ഗേറ്റ് PSUs ആൻഡ് പ്ലേസ്മെന്റ് ബാച്ച് C, ശ്രേഷ്ഠ ബാച്ച് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, പരാക്രം 2.0 ഗേറ്റ് PSUs ആൻഡ് പ്ലേസ്മെന്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, EAC നോൺ ടെക് 2025 ജനറൽ സ്റ്റഡീസ്. അതുപോലെ തന്നെ ബാച്ച് ഇൻഫിനിറ്റി വഴി അവരുടെ ഖസാന പോലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. ആപ്റ്റിറ്റ്യൂഡ് ബാച്ചുകളുടെ കോർ ഫീച്ചേഴ്സ് ആണ് ലെക്ചർ ആൻഡ് ടെസ്റ്റ് പ്ലാനർ, മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സസ്, ഗേറ്റ് ഫോമാറ്റിലുള്ള ക്വസ്റ്റ്യൻ, ലൈവ് ലെക്ചേഴ്സ് ബൈ ടോപ്പ് ഫാക്കൽറ്റി ഇൻ ഇന്ത്യ, ടോപ്പിക് വൈസ് പ്രാക്ടീസ് ഷീറ്റ്സ്, അതുപോലെ തന്നെ ലൈവ് ഡിസ്കഷൻ ഫ്രം പ്രാക്ടീസ് ഷീറ്റ്സ്, ഡൗട്ട് എൻജിൻ, റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റുകൾ, PYQ വിത്ത് വീഡിയോ സൊല്യൂഷൻ, EAC ആൻഡ് ഗേറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്. ബുക്കുകളുടെ സവിശേഷത കൂടി നമുക്കൊന്ന് നോക്കാം. ഇത് സ്പെസിഫിക്കലി ഫോർ ഗേറ്റ് ആണ്. ടെക് ആൻഡ് നോൺ ടെക് ബുക്സ് വരുന്നുണ്ട്. കഴിഞ്ഞ 16 വർഷത്തെ ക്വസ്റ്റ്യൻസ് അതിൽ ലഭിക്കും. എംബഡഡ് QR സൊല്യൂഷൻസും ഡീറ്റെയിൽ ചാപ്റ്റർ വൈസ് സൊല്യൂഷൻസും നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. നമ്മുടെ കൂപ്പൺ കോഡ് AR500 ഉപയോഗിക്കാം. രണ്ടാമത്തെ പോയിന്റ്, ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. ഓക്കെ, ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. കോർപ്പറേറ്റിലും നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഇതാണ്, മേക്കിംഗ് കണക്ഷൻസ്. കാരണം എപ്പോഴും കോർപ്പറേറ്റ് എന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ് മെയിനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ 2-3 കൊല്ലം നിൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് ചാടുന്നു, അവിടെ നിന്ന് 2 കൊല്ലം എക്സ്പീരിയൻസ് ആവുന്നു, സ്കിൽസ് എടുക്കുന്നു, വീണ്ടും ചാടുന്ന ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ചാടുന്നതല്ല, വേറെ കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ നമ്മൾ കോർപ്പറേറ്റ് ആൾക്കാർ ഉപയോഗിക്കുന്ന ടേമാണ് ചാടൽ. അപ്പോൾ എങ്ങനെ
മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുമോ അതാക്കുക, എങ്കിലേ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം. അപ്പോൾ ആ കമ്പനിയിൽ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, അപ്പോൾ അവൻ്റെ അടുത്ത് പറയട്ടെ എനിക്ക് ഇതിനൊരു റെഫറൽ വേണം, ഇതാണ് എൻ്റെ സ്കിൽസ്, അപ്പോൾ അവൻ നമുക്കൊരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് തരും അവന് കഴിവുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ കഴിവുള്ള കുറേ കൂട്ടുകാർ നമ്മുടെ നെറ്റ്വർക്കിൽ വേണം. ഇത് നിങ്ങൾ കോളേജിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഓരോ ഈവൻസിനൊക്കെ പോവുക, ആൾക്കാരെ പരിചയപ്പെടുക. നിങ്ങളുടെ കോളേജിൽ മൊത്തം എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ, അവരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പല പല കമ്പനീസിൽ എംപ്ലോയീസ് ആയിട്ട് കയറുന്നത്. അപ്പോൾ മെയിൻ ഓപ്പർച്യൂണിറ്റി നോ യുവർ ഫ്രണ്ട്സ്. നല്ല ബുദ്ധിയുള്ളവന്മാരെ കമ്പനിയായിട്ട് വെക്കുക, കാരണം അവന്മാരെന്തായാലും കയറി പോകും. അപ്പോൾ അവന്മാരെ പിടിച്ച് നമുക്ക് കയറാം. അതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. മേക്ക് കണക്ഷൻസ്. അതിപ്പോൾ കോളേജിലായാലും ശരി കോർപ്പറേറ്റിലായാലും ശരി, മാക്സിമം ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക, നന്നായിട്ട് സംസാരിക്കുക, അല്ലാതെ അവരെ വെറുപ്പിച്ച് വിടരുത്. ഓക്കെ, അപ്പോൾ ദാറ്റ് കൺക്ലൂഡ്സ് മൈ സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വന്നിരിക്കുകയാണെങ്കിൽ, മൂന്നാമത്തെ പോയിന്റ് ഡെഡ് ലൈൻസ് ആണ്. കോർപ്പറേറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഡെഡ് ലൈൻ. ഒരു സാധനം നമ്മളോട് ചെയ്യാൻ പറയും, എന്നിട്ട് നമ്മളോട് മാനേജർ ചോദിക്കും, മോനെ നിനക്കിത് എപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പിന്നെ അപ്പോൾ നമ്മൾ പറയും ഞാനിത് നാളെ രാത്രി തന്നെ ചെയ്തു തരാം സർ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത് കൊടുക്കാതെ ഇരുന്നാൽ അതൊരു മോശം ഇമേജാണ് നമ്മൾക്ക്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഓക്കെ എനിക്കിതിന് 3 ദിവസം സമയം വേണം എന്ന് പറഞ്ഞ് 3 ദിവസത്തിൽ ചെയ്തു കൊടുത്താൽ ഓക്കെയാണ്. ഇനി 3 ദിവസം സമയം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ദിവസത്തിൽ തന്നെ പരിപാടി തീർത്തു, അപ്പം എന്താണ് മാനേജർ ആയിരിക്കും 3 ദിവസം വേണ്ടുന്ന പരിപാടി 2 ദിവസം ചെയ്തു, ഈ സോ സ്മാർട്ട് എന്ന് വിചാരിക്കും. അപ്പോൾ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഡെഡ് ലൈൻസ് തീരുമാനിക്കുക. ഈ പരിപാടി നിങ്ങൾക്ക് കോളേജിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം? നിങ്ങൾ ഇപ്പോൾ സാറന്മാർ ചോദിക്കുമല്ലോ ഈ സാധനം ചെയ്യാൻ എത്ര സമയം വേണം, അല്ലെങ്കിൽ കൂട്ടുകാർ ഒരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്യാൻ എത്ര സമയം വേണം. ഇതൊക്കെ നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. ഇത്ര സമയമാണ് ഇതിന് ആക്ച്വലി വേണ്ടത്, പക്ഷെ ഞാൻ മടിയനാണ്, ഞാൻ ഇത്ര സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ ഇത്ര സമയം പറയാം എന്നൊക്കെയുള്ള കാൽക്കുലേറ്റീവ് മൈൻഡ് നിങ്ങൾക്ക് എവിടെ വെച്ച് തന്നെ ഡെവലപ്പ് ചെയ്യാം? കോളേജിൽ വെച്ച് ഡെവലപ്പ് ചെയ്തുകൂടെ? ഇത് കോളേജിൽ മാത്രമല്ല, വീട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ അടുത്ത് അമ്മ പറയാണ് മോനെ നീ ഇത് പാത്രം ഒന്ന് കഴുകി വെക്കണം, അല്ലെങ്കിൽ വീടൊന്ന് തൂത്തിടണം, ഞാൻ വരുന്നതിൻ്റെ ഉള്ളിൽ തീർക്കണം. അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യാം, നിങ്ങൾ ഇത്രയും സമയം TV കണ്ടാൽ ഇത്രയും സമയം ഇതിന് ചെയ്യാൻ കിട്ടും, അപ്പം ആദ്യം അത് ചെയ്യണോ ഇത് ചെയ്യണോ. അപ്പം ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്താൽ അത് പിന്നീട് പിന്നീട് കോർപ്പറേറ്റോ ഏത് ജോബോ ആയിക്കോട്ടെ ഡെഡ് ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് ഉപയുക്തമാവും. അപ്പോൾ അതാണ് എൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഡെഡ് ലൈൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ വെറുതെ ഡെഡ് ലൈൻസ് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ചെല്ലുമ്പോൾ അത് കുറച്ചുകൂടെ ഈസി ആവും. അപ്പോൾ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പങ്ക്ച്വൽ ആയിരിക്കുക. കാരണം കോർപ്പറേറ്റ് എന്ന് പറയുന്നത് പകുതിയും മീറ്റിംഗ്സ് ആണ്. മീറ്റിംഗ്സ് കഴിഞ്ഞിട്ടാണ് വർക്ക് വരുന്നത്. അപ്പോൾ ഈ മീറ്റിംഗ്സിനൊക്കെ നമ്മൾ ആദ്യം ചെന്ന് എന്താ സംഭവിക്കുന്നതെന്നുള്ളത് അറിയണം. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോകണം. ഈ പങ്ക്ച്വാലിറ്റി നിങ്ങൾക്ക് കോളേജിലെ ക്ലാസ്സസിന് കറക്റ്റായിട്ട് പോകുന്നതിനും, അവിടുത്തെ ലെക്ചേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസിന് കൃത്യമായിട്ട് പോകുന്നതിനും, കൃത്യമായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിനും, കൃത്യമായിട്ടുള്ള ഹോംവർക്ക് ചെയ്തിട്ട് പോകുന്നതിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഒരു ചെറിയ പോയിന്റാണ് ബി പങ്ക്ച്വൽ. അടുത്ത ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇതൊരു ലൈഫ് അഡ്വൈസും കൂടിയാണ്. ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി. കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് അത് ഡിലേ ആവാം, അല്ലെങ്കിൽ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ നിങ്ങളുടെ ടീംമേറ്റ്സ് ഒക്കെ നിങ്ങളെ ഇതെന്താ എന്താ ഇത് സംഭവിച്ചേ ഇങ്ങനെയൊക്കെ ചോദിച്ചെന്നിരിക്കുക. അതൊരിക്കലും നമ്മുടെ കഴിവിനെ അവർ മോശം പറയുന്നതായിട്ട് നമ്മൾ വിചാരിക്കരുത്. അവർ ചിലപ്പോൾ പറയുന്നതായിരിക്കും, അവരുടെ മനസ്സിലുണ്ടാകും ചിലപ്പോൾ ഇവന് പണി അറിയത്തില്ല എന്നുള്ള രീതിയിൽ അവർ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കാം. പക്ഷെ അത് നമ്മൾ പേഴ്സണലായിട്ട് എടുക്കരുത്. പകരം നമ്മൾ ചെയ്തൊരു വർക്കിനെ കുറിച്ചാണ് അവർ പറയുന്നത്, അല്ല നമ്മുടെ ക്വാളിറ്റിയെ കുറിച്ചല്ല. അത് മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് നമ്മൾ ഇമോഷണലായിട്ട് ഇറങ്ങുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ലോജിക്കലായിട്ട് പിൻവലിഞ്ഞ് ആലോചിക്കാം എന്താണ് തെറ്റ് പറ്റിയത്, അടുത്ത തവണ എങ്ങനെ ഇത് പറ്റാതിരിക്കും. ഇതേ സാധനം നിങ്ങൾക്ക് കോളേജിലും അപ്ലൈ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല, അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വെറും മണ്ടനാണല്ലോ, 11 വരെ മാർക്കുണ്ട് എന്നിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് നിങ്ങൾ ആലോചിക്കാനേ പാടില്ല. കാരണം അത് നിങ്ങളുടെ സ്ട്രെസ്സ് കൂട്ടുക മാത്രമേ ഉള്ളൂ. ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാക്കുകയേ ഉള്ളൂ. അതല്ല നമുക്ക് വേണ്ടത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെയാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഇത്തവണ പറ്റിയില്ല, ഇതാണ് റീസൺ. ഓക്കെ, അടുത്ത തവണ ഞാനത് ചെയ്യും, കാരണം ഞാനാണ്, എന്നെ എനിക്കറിയാം
എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം, ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തും റെഡിയാക്കാം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത പോയിന്റ് വളരെ നമ്മൾ കൊച്ചു കുട്ടികളുടെ അടുത്തൊക്കെ പറയുന്ന ഒരു പോയിന്റാണ്. നിങ്ങൾ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ടിന് കോളേജിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അവൻ്റെ വർക്കിൽ എന്തെങ്കിലും അവന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും അവൻ്റെ കൂടെ ഇരുന്ന് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഇത് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ടീം ആക്ടിവിറ്റീസിലാണ്. ഈ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ടീമാണ്. നിങ്ങളെ അറേഞ്ച് ചെയ്യുന്നത് ഒരു ടീമിലേക്കാണ്. നിങ്ങൾ ആദ്യം കയറുന്നത് തന്നെ ഒരു 10 പേരോ 15 പേരോ അടങ്ങുന്ന ഒരു ടീമിലേക്കാണ്. നിങ്ങൾ എത്ര സീനിയറോ ജൂനിയറോ ആയിക്കോട്ടെ, ഈ ടീമിൽ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യേണ്ടി വരും, എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യേണ്ടി വരും. ചില വർക്ക് ചില ആൾക്കാരുടെ കൂടെ ആയിരിക്കും, അടുത്ത വർക്കിൽ വേറെ ആൾക്കാരായിരിക്കും ടീമിൽ. അപ്പോൾ നമ്മൾ എല്ലാവരോടും ഇടപഴകി ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാക്കുക, ടീം ബിൽഡിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാക്കുക. അതിന് നിങ്ങൾക്ക് കോളേജിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ആൾക്കാരുമായിട്ട് ഇടപെടാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ കയറി കഴിഞ്ഞാൽ ആ ടീം സ്പിരിറ്റ് വരും. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, അക്കാഡമിക്സും നിങ്ങളുടെ പേഴ്സണൽ ലൈഫും തമ്മിലൊരു ഡിമാർക്കേഷൻ വയ്ക്കുക. അതുപോലെ തന്നെയാണ് കോർപ്പറേറ്റിലും നിങ്ങളുടെ വർക്കും ലൈഫും തമ്മിലൊരു ബൗണ്ടറി വേണം. അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ സമയത്ത് നിങ്ങളെ വർക്ക് നിങ്ങളെ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, വർക്കിൻ്റെ സമയത്ത് പേഴ്സണൽ കാര്യങ്ങളും വരാതിരിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് കോളേജിലും പ്രാക്ടീസ് ചെയ്യാൻ. എങ്ങനെ? കോളേജിൽ അത് കുറച്ച് പാടാണ്, കാരണം നിങ്ങൾ താമസിക്കുന്ന തന്നെ ക്യാമ്പസിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ എപ്പോഴും ഇതും അതും ഓറിയൻറ്റഡ് ആണ്. പക്ഷേ കോളേജിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് വലിയൊരു പ്രസക്തിയുള്ള പോയിന്റ് അല്ല ഇത്. പക്ഷെ എന്നാലും കോർപ്പറേറ്റ് ലൈഫിലേക്ക് വരുമ്പോൾ വലിയ പ്രസക്തിയുള്ള ഒരു സംഭവം തന്നെയാണിത്. വർക്ക് ലൈഫ് വേറെ വേറെയായി സൂക്ഷിക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായ സമയം കിട്ടൂല, നമ്മൾ കറക്റ്റ് ടൈം ഫുഡ് കഴിക്കില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള പോയിന്റ്. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ പെട്ടെന്ന് ഇംഗ്ലീഷൊക്കെ പഠിച്ചെടുത്തോ, സംസാരിക്കാൻ പഠിച്ചോ, ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പഠിച്ചോ, പങ്ക്ച്വലായിരിക്കുക, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കുക, വർക്ക് ലൈഫ് ബാലൻസ് ശ്രദ്ധിക്കുക. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, നല്ല കണക്ഷൻസ് ഉണ്ടാക്കുക, നല്ല ഡെഡ് ലൈൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കോളേജിൽ തന്നെ ശ്രമിക്കാവുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇതല്ലാതെ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. നമ്മുടെ ബാക്കിയുള്ള കൂട്ടുകാർക്കും അത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു നോളജ് ഷെയറിങ് സെഷൻ ആവട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ ബൈ.